ഇസ്രായേലിന്റെ കടുത്ത ആക്രമണത്തിൽ തെഹ്റാനിലടക്കം കനത്ത നാശനഷ്ടമുണ്ടായി എന്നതാണ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ. മാപ്പിന്റെ കൂടെ സഹായത്തോടെ എവിടെയെല്ലാമാണ് നിലവിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് എന്ന് പ്രാഥമികമായി നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് നഥാൻസ് ആണവ കേന്ദ്രം. ഈ മാപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ള നഥാൻസ് ആണവ കേന്ദ്രം ഏതാണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 220-ലേറെ കിലോമീറ്റർ മാറിയാണ് ഈ നഥാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായത് എന്നും നഥാൻസ് ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാറുകൾ ഉണ്ടായി എന്നുമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന പാർച്ചിൻ മിലിറ്ററി കോംപ്ലക്സ്, ഇറാന്റെ ഒരു മിലിറ്ററി താവളമാണ്, പ്രധാനപ്പെട്ട താവളമാണ്. ഇവിടെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി എന്നും ഈ ആക്രമണത്തിലാണ് ഇറാന്റെ സൈനിക മേധാവികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത് ഈ മേഖലയിലുണ്ടായ ആക്രമണത്തിലാണ് എന്നും പറയുന്നു. ഒപ്പം മാപ്പിൽ നോക്കിയാൽ ഇറാനിൽ ഉടനീളം പ്രധാനമായും വിവിധ സ്ഥലങ്ങളിലായി ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലേതെല്ലാം മേഖലകളിലാണ് ആക്രമണം ഉണ്ടായി എന്ന് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്ത് വരാനാണുള്ളത്.